മെഡിക്കൽ കോളേജിലും രോഗി ലിഫ്റ്റിൽ കുടുങ്ങി. രോഗിയും 3 പേരുമാണ് ആശുപത്രിയിലെ ലിഫ്റ്റിൽ കുടുങ്ങിയത്. സംഭവം പുറത്തറിയുന്നത് അരമണിക്കൂർ കഴിഞ്ഞ്. അപായമണി അടിച്ചിട്ടും ആരും കേട്ടില്ല. എമർജൻസി നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നും പരാതി. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് ചേരുകയാണ്. ലിനറ്റ്, നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സമാനമായ ഒരു സംഭവം നടന്ന് നമ്മൾ ഇന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ. 1.5 ദിവസമാണ് ആ രോഗി ആ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയത്. ഇപ്പോൾ ഇതൊരു തുടർക്കഥയാവുകയാണോ? കാരണം ഒരു ആശുപത്രി എന്ന് കഴിഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനമായ സൗകര്യമാണ് ഈ ലിഫ്റ്റ് എന്നുള്ളത്. അവരുടെ രോഗികളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പോൾ ഒരു ഉപദ്രവമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണോ? എന്താണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇതിനെ പറ്റിയുള്ള ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്? ആതിര, ഇവിടെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നല്ല ഈ ഒരു വിവരം ലഭിച്ചിരിക്കുന്നത്. രോഗിയും രോഗിയുടെ ബന്ധുക്കളുമാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അരമണിക്കൂറോളം ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്ന അതേപോലെ തന്നെ സമാനമായ സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇൻഷുറൻസിന്റെ ആവശ്യത്തിനായി ഡിസ്ചാർജിന്റെ ഭാഗമായിട്ട് തമ്പ് ഇംപ്രഷന് വേണ്ടി ചെല്ലുന്ന സമയത്താണ് കറണ്ട് പോവുകയും ലിഫ്റ്റ് ബ്ലോക്ക് ആവുകയും ചെയ്തത്. അരമണിക്കൂർ അവർ എമർജൻസി നമ്പറിൽ വിളിച്ചിട്ടും റേഞ്ച് ഇല്ലാത്തതിനാൽ എമർജൻസി നമ്പറിൽ വിളിക്കാൻ അവരെ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. അതുമല്ല, അവിടെയുള്ള അധികൃതർ ആരും തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവം അറിഞ്ഞിരുന്നില്ല. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, എമർജൻസി അലാറം അപായമണി അടിച്ചിട്ടും പുറത്തുള്ളവർ അറിഞ്ഞില്ല എന്ന് ലിസ്റ്റിൽ കുടുങ്ങിയവർ എടുത്തു പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ശബ്ദം പോലും പുറത്തേക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിലാണ് ലിസ്റ്റിലെ അപായമണി ഉള്ളതും എന്നതും ശ്രദ്ധേയമാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ രോഗിയുടെ നില ആ ഒരു സമയത്ത് ശ്വാസം മുട്ടുകയും ആ ഒരു സമയത്തെ പേടിയും ഒക്കെ മൂലം ദേഹാശ്വാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പുറത്തുനിന്നും ഉള്ളവർ ഇവരുടെ ബഹളം കേട്ട് ലിഫ്റ്റിലെ വാതിലിൽ മുറുകെ ശക്തമായി അടിച്ചതിന്റെ ശബ്ദം കേട്ടിട്ടാണ് പുറത്തുള്ള ആളുകൾ ലിഫ്റ്റ് ഓപ്പൺ ചെയ്തത്. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള സംഭവം പുറത്തിറങ്ങിയിരിക്കുന്നത്. ആതിര, ലിനറ്റ്, ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതിനോടകം? ഇതുവരെ ഉണ്ടായിട്ടില്ല. രോഗിയും കൂടെ ഉണ്ടായിരുന്നവരും അവിടെയുള്ള എമർജൻസി നമ്പറിൽ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു. സൂപ്രണ്ടിന് പരാതി നൽകുവാനും അതേപോലെ PWD ഇലക്ട്രിക് വിഭാഗത്തിന് പരാതി നൽകുവാനുമാണ് അവിടെയുള്ള അധികൃതർ ഇവരെ അറിയിച്ചിരിക്കുന്നത്. നാളെ തന്നെ രോഗിയും കൂടെയുള്ള കൂട്ടിരിപ്പുകാരും ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവം അവർക്ക് അനുഭവിച്ച വിഷമം ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള പരാതി നാളെ സമർപ്പിക്കുമെന്നാണ് രോഗിയുടെ വീട്ടുകാർ അറിയിച്ചിരിക്കുന്നത്. ശരി ലിനറ്റ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയത്. രോഗിയും 3 പേരുമാണ് ആശുപത്രിയിലെ ലിഫ്റ്റിൽ കുടുങ്ങിയത്. സംഭവം പുറത്തറിയുന്നത് അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരുന്നു. അപായമണി ഉൾപ്പെടെ അടിച്ചിട്ടും ആരും കേട്ടില്ല. എമർജൻസി നമ്പറിൽ വിളിച്ചിട്ട് പ്രതികരണം ഉണ്ടായില്ലെന്നുമൊക്കെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ലിഫ്റ്റിൽ ഇന്റർകോം സംവിധാനം ഇല്ലാത്തതും ഈ ഒരു വിഷയം പുറത്തറിയാൻ വൈകി. സംഭവം പുറത്തറിഞ്ഞത് കുടുങ്ങിയവർ ബഹളം വച്ചതോടെയായിരുന്നു. കുടുങ്ങിയവരെ പുറത്തെത്തിച്ചത് ആശുപത്രിയിൽ ഉണ്ടായിരുന്നവരായിരുന്നു. വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ്.